ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഹുക്സ് ലോ. ഹുക്സ് ലോ എന്ന് പറയുന്നത് പ്രപ്പോസ് ചെയ്തത് റോബർട്ട് ഹുക്കാണ്. ഹുക്സ് ലോ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു സ്ട്രെയിൻ. ഏതെങ്കിലും ഒരു ഫോഴ്സ്, ഡിഫോമിംഗ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോഴ്സിന് തത്തുല്യമായിട്ട്, ഈക്വലായിട്ട് ഡിഫോമേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് ഹുക്സ് ലോ. ഇപ്പോൾ ഹുക്സ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അതുകൊണ്ട് നമുക്ക് സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് എഴുതിയാൽ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് വരും. സോ സ്ട്രെസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു സ്ട്രെയിൻ. അപ്പം അത് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് എന്താ? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ദിസ് കോൺസ്റ്റൻറ്റ് ഈസ് കോൾഡ് ദ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി. ഈ കോൺസ്റ്റൻറ്റ് നമ്മൾ പറയുന്ന പേരാണ് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി. ഈ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി 3 രീതിയിലുണ്ട്. മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി എന്താണ് ഇപ്പോൾ വ്യക്തമല്ലേ? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് കോൾഡ് ദ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി. ഒന്നാമത്തേത് യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസിൻ്റെ അകത്ത് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ആരാണ്? ലെങ്ത് ആണ് ചേഞ്ച് ചെയ്യുന്ന ഡയമെൻഷൻ. അവിടെ നമുക്ക് എലോങ്ങേഷനും ഉണ്ടാകാം, കംപ്രഷനും ഉണ്ടാകാം. അപ്പം യങ്സ് മോഡുലസ് പറയുന്നത് എന്താണ്? സ്ട്രെസ് ബൈ സ്ട്രെയിനാണ്. പക്ഷേ ഇവിടുത്തെ ഡയമെൻഷൻ ആരുടെ വേരി ചെയ്യുന്നത്? ലെങ്ത് ആണ് ഓൾട്ടർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. സ്ട്രെസ് പഴയതുപോലെ തന്നെ ഫോഴ്സ് ബൈ ഏരിയ. ഇനിയും ഇവിടുത്തെ സ്ട്രെസ്സിനെ ഇല്ലെങ്കിൽ സ്ട്രെയിനെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഓർ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയും. ഇപ്പം നിങ്ങൾ ടെൻസൈൽ സ്ട്രെസ് എന്ന് അങ്ങ് പഠിക്കുക. പക്ഷേ ഇതിൻ്റെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എലോങ്ങേറ്റ് ചെയ്യുകയാണെങ്കിലാണ് ഇതിനെ നമ്മൾ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത്. കംപ്രസ് ചെയ്യുവാണെങ്കിൽ അത് കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയും, ഇല്ലെങ്കിൽ കംപ്രസീവ് സ്ട്രെയിൻ എന്ന് പറയും. ഓക്കെ, എനിവേ നമ്മുടെ ഇവിടുത്തെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ലെങ്ത് ആയതുകൊണ്ട് സ്ട്രെയിൻ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, സ്ട്രെസ് ഫോഴ്സ് ബൈ ഏരിയ. സോ യങ്സ് മോഡുലസ് എന്ത് വരും? ഫോഴ്സ് ബൈ ഏരിയ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ലെങ്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിമ്പിൾ സ്മോൾ ലെറ്റർ എൽ, ഒറിജിനൽ ലെങ്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിമ്പിൾ ക്യാപിറ്റൽ എൽ. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ബൈ ഏരിയ ഡിവൈഡ് ബൈ എൽ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എൽ ഈക്വൽ ടു എഫ് ഇൻറ്റു എൽ ഡിവൈഡ് ബൈ എ ബൈ എൽ. ഇതാണ് യങ്സ് മോഡുലസ്. ഇനി ഷിയർ മോഡുലസ്. ഷിയർ മോഡുലസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നിങ്ങളൊരു ക്യൂബ് വെച്ചിരിക്കുക. ഈ ക്യൂബിൻ്റെലോട്ട് ടാൻജൻഷ്യലായിട്ടൊരു ഫോഴ്സ് നിങ്ങൾ കൊടുക്കണം. അപ്പോൾ നോക്കി, ഇങ്ങോട്ടൊരു ഫോഴ്സ് നിങ്ങൾ കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭാഗത്തോട്ടൊരു ഓപ്പോസിങ് ഫോഴ്സ് ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഓക്കെ, സോ ഇതിൻ്റെ ഇനീഷ്യലായിട്ടുള്ള പോയിൻ്റ് ഈ പോയിൻ്റ് ആയിരുന്നെങ്കിൽ അത് അവിടെ നിന്നും മാറി ഇത്രയും ദൂരം സഞ്ചരിച്ചു. ഇനി നോക്കിയേ, അവിടെ ഉണ്ടായിട്ടുള്ള ആ ഓൾട്ടറേഷനെ നമ്മൾ ഫൈ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്തു, ആംഗിൾ ഫൈ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്തു. ശരി, ഇനി ഷിയർ മോഡുലസിൻ്റെ അകത്ത് ടാൻജൻഷ്യലായിട്ട് നമ്മൾ കൊടുത്ത ഫോഴ്സ് കാരണമാണ് എന്തുണ്ടായിട്ടുള്ളത്? അതിൻ്റെ ഡയമെൻഷനൊക്കെ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ഷിയർ മോഡുലസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഷിയറിംഗ് സ്ട്രെസ് ബൈ ഷിയറിംഗ് സ്ട്രെയിൻ. ഇനി ഷിയറിംഗ് സ്ട്രെസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിൾ ടോയാണ്. ഷിയറിംഗ് സ്ട്രെയിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഗാമ ഉപയോഗിച്ച്. അത് പല പുസ്തകത്തിലും പലതായിട്ട് കാണും. അപ്പോൾ അത് നിങ്ങൾ ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷിയർ മോഡുലസ് എന്ന് പറയുന്നത് ഈറ്റയെന്നും ഷിയർ സ്ട്രെസ് ടോയും ഷിയർ സ്ട്രെയിൻ ഗാമയുമാണ്. ഓക്കെ, സോ ഷിയർ മോഡുലസ് ഈക്വൽ ടു ഷിയർ സ്ട്രെസ് ഡിവൈഡ് ബൈ ഷിയർ സ്ട്രെയിൻ. ഷിയർ സ്ട്രെസ് നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെസ് ഫോഴ്സ് ബൈ ഏരിയ. ഇനിയും സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡയമെൻഷൻ. ഇവിടെ വേണ്ടേ ഈ മൊത്തത്തിലുള്ള ലെങ്തിൻ്റെ വ്യത്യാസത്തിൽ നിന്ന് ഒരു സ്മോൾ എൽ ഓൾട്ടറേഷൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. സ്മോൾ എൽ ചേഞ്ച് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നോക്കിയേ, ഈ സ്മോൾ എൽ അല്ല, ഈ സ്മോൾ എൽ ചേഞ്ച് അല്ലേ ഉണ്ടായിരിക്കുന്നത്. ശരിക്കുള്ള ലെങ്ത് ഈ ക്യൂബിൻ്റെ ലെങ്ത് എത്ര? ക്യാപിറ്റൽ എൽ. അപ്പോൾ എന്താണ്? എഫ് ബൈ എ ഡിവൈഡ് ബൈ സ്ട്രെയിൻ സ്മോൾ എൽ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എൽ. ചില പുസ്തകങ്ങളുടെ അകത്ത് അത് ഡെൽറ്റ എക്സ് ബൈ എൽ എന്ന് കാണും. അതായത് ഈ സ്മോൾ ലെറ്റർ എല്ലിന് പകരം അവർ ഡെൽറ്റ എക്സ് എന്ന് പറയും. സോ നമ്മളിപ്പം കണ്ടിന്യൂ ചെയ്തിട്ട് പോകുന്നത് ഈ സ്മോൾ ലെറ്റർ എൽ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എൽ ആണ്. ഇനി നോക്കിയേ, ഈ ഫൈ എന്ന് പറയുന്നത്
ഫൈ എന്ന് പറയുന്ന ആംഗിളിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ അറിയാം? അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അറിയാം, അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡും അറിയാം. നോക്കി, ഓപ്പോസിറ്റ് സൈഡ് അറിയാം, അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡും അറിയാം. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്താ? ടാൻ ഫൈ ആ. സോ ടാൻ ഫൈ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് സ്മോൾ ലെറ്റർ എൽ ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ക്യാപിറ്റൽ എൽ. സോ ഇത് തന്നെയല്ലേ നമുക്ക് ഇവിടെ കിട്ടിയ സ്ട്രെയിൻ എന്താ? സ്മോൾ എൽ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എൽ. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ സ്ട്രെയിൻ എന്ന് പറയുന്നത് ടാൻ ഫൈ എന്ന് പറയാം. ശരിയല്ലേ? ഓക്കെ. സോ ടാൻ ഫൈ ഈക്വൽ ടു സ്മോൾ എൽ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എൽ. ഫോർ സ്മോൾ തീറ്റ, ഇവിടെ ഓൾട്രേഷൻ ഈ ഫൈ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, അതുകൊണ്ട് ടാൻ എത്ര ആയിരിക്കും? വളരെ ചെറുതാണ്. സോ ഫോർ സ്മോൾ തീറ്റ ടാൻ ഫൈ ഈക്വൽ ടു ഫൈ. ദെയർ ഫോർ സ്മോൾ എൽ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൽ ടാൻ ഫൈ ആണെങ്കിൽ അതിനെ നമുക്ക് ഫൈ എന്നും റെപ്രസെൻറ്റ് ചെയ്യാം. അതുകൊണ്ട് എഫ് ബൈ എ ഡിവൈഡ് ബൈ ഫൈ എന്ന് എഴുതാം. സോ ഈറ്റ ഈക്വൽ ടു എഫ് ബൈ എ ഫൈ ആണ് ഷിയർ മോഡുലസ്. ഇനിയും ബൾക്ക് മോഡുലസ്. ബൾക്ക് മോഡുലസും മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റിയാണ്. റെപ്രസെൻറ്റ് ചെയ്യുന്ന സിമ്പിൾ ബി ഓർ കെ. നമ്മൾ ഫോളോ ചെയ്യുന്നത് കെ ആണിപ്പം. സോ ഇവിടുത്തെ ചേഞ്ച് ഇൻ ഡയമെൻഷൻ എന്താണ്? ബൾക്ക് മോഡുലസിൻ്റെ അകത്ത് വോളിയമാണ്. അതിനൊരു ഞാൻ ആ വീഡിയോ നോക്കാൻ പറഞ്ഞായിരുന്നു, ആ വീഡിയോയ്ക്ക് അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു ബോൾ എടുത്തൊരു സിസ്റ്റത്തിലോട്ട് ഇടുവാണെങ്കിൽ, അവിടെ ലിക്വിഡ് നിറച്ചിരിക്കുക, ഫ്ലൂയിഡ് നിറച്ചിരിക്കുകയാണെങ്കിൽ ഈ ബോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ മൊത്തം ഫ്ലൂയിഡാണ് അല്ലേ? ഈ ഫ്ലൂയിഡ് നമ്മൾ ഈ ബോളിനെ താഴോട്ട് തള്ളി വിടുവാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കറിയാം ആ ബോളിൻ്റെ മേലെ ഒരു പ്രഷർ ആക്ട് ചെയ്യുന്ന കാണാം. അതെന്ത് ചെയ്യും? ഈ ലിക്വിഡ് ഈ ബോളിൻ്റെ എല്ലാ ഭാഗത്തോട്ടും എന്ത് ചെയ്യും? ഈ പ്രഷർ ആക്ട് ചെയ്യും. സ്വാഭാവികമായിട്ടും ഈ ബോളിന് അതിൻ്റെ ഷേപ്പിന് എന്ത് ചെയ്യും? ഒരു ഓൾട്രേഷൻ ഉണ്ടാകും. ഈ ഓൾട്രേഷൻ ഒരൊറ്റ സൈഡിൽ മാത്രമല്ല ഉണ്ടാകുന്നത്, എന്ത് ചെയ്യും? അതിൻ്റെ എല്ലാ ഭാഗത്തും എന്ത് ചെയ്യും? അത് ഷേപ്പ് വ്യത്യാസം ഉണ്ടായി അത് അതിൻ്റെ വോളിയം കുറയും. ശരിയല്ലേ? അപ്പം ഇവിടെ ഉണ്ടായിരിക്കുന്ന ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഏതാണ്? വോളിയമാണ്. അതുകൊണ്ടാണ് നമ്മൾ ബൾക്ക് മോഡുലസിനെ കെ ഈക്വൽ ടു വോളിയോമെട്രിക് സ്ട്രെസ് ഡിവൈഡ് ബൈ വോളിയോമെട്രിക് സ്ട്രെയിൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് സ്ട്രെയിൻ എന്ന് പറയും. നേരത്തെ സ്ട്രെസ് പറഞ്ഞ പോലെ തന്നെ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ്? എഫ് ബൈ എ. ഇനിയും ഡിവൈഡ് ബൈ വോളിയോമെട്രിക് സ്ട്രെയിൻ. വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇവിടെ നോക്കിയേ, ഒറിജിനൽ വോളിയം വി, ഇപ്പോൾ ചേഞ്ച് ചെയ്ത വോളിയം സ്മോൾ ലെറ്റർ വി. സോ സ്മോൾ ലെറ്റർ വി ഡിവൈഡ് ബൈ ക്യാപിറ്റൽ വി. അപ്പോൾ ഇക്വേഷൻ എഫ് വി ഡിവൈഡ് ബൈ എ ഇൻറ്റു വി എന്ന് എഴുതാം. അപ്പോൾ നമുക്കറിയാം ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത് പ്രഷറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വോളിയം ഓൾട്ടർ ചെയ്യാനായിട്ടുള്ള കാരണക്കാരൻ ആരാണ്? പ്രഷർ നമ്മൾ കൊടുത്തുകൊണ്ട് അതിൻ്റെ വോളിയം എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോഴ്സ് ബൈ ഏരിയയെ നമുക്ക് എന്തെന്ന് എഴുതാം? പ്രഷർ എന്ന് എഴുതാം. സോ ഫോഴ്സ് ബൈ ഏരിയ പ്രഷർ. അപ്പോൾ ഇത്രയും ടേം പ്രഷറായി. ഫോർ പ്രഷർ ഇൻറ്റു ക്യാപിറ്റൽ വി ഡിവൈഡ് ബൈ സ്മോൾ വി. ഇനി ഇഫ് ദ പ്രഷർ ഇൻക്രീസ്, വോളിയം എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇഫ് ദ പ്രഷർ ഇൻക്രീസ് വോളിയം വിൽ ഡിക്രീസ്. സോ ദ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. ആ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണാലിറ്റി കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ കൊടുത്തിരിക്കുന്നത്. സോ ഫൈനൽ ഇക്വേഷൻ മൈനസ് പി വി ബൈ ഡെൽറ്റ വി. ഇനി ചേഞ്ച് ഇൻ വോളിയത്തിന് കാരണം ചേഞ്ച് ഇൻ പ്രഷറാണ്. സോ ആ ഇക്വേഷനകത്ത് നമ്മൾ എന്തുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? ചേഞ്ച് ഇൻ വോളിയത്തിന് കാരണം ചേഞ്ച് ഇൻ പ്രഷറാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഡെൽറ്റ പി ഡിവൈഡ് ബൈ ഡെൽറ്റ വി എന്ന് കാണിച്ചിരിക്കുന്നത്. ഇനി പോയ്സൺസ് റേഷ്യോ. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ദ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ലാറ്ററൽ സ്ട്രെയിൻ എന്നാന്ന് നമ്മൾ ആ വീഡിയോയ്ക്കകത്ത് പോയ്സൺ റേഷ്യോയുടെ ഞാൻ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാറ്ററൽ സ്ട്രെയിൻ ഒക്കെ എന്താണെന്ന് അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സോ എങ്കിലും ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ക്യൂബ്, ഈ ഒരു ക്യൂബ് ആണെങ്കിൽ ഈ ക്യൂബിൻ്റെ 2 പോയിൻറ്റിലോട്ട് നമ്മളൊരു എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ, അപ്പോൾ ഇത് എലോങ്ങേറ്റ് ചെയ്യും. ഇത് എലോങ്ങേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇത്രയും ഡിസ്റ്റൻസ് ക്യാപിറ്റൽ എല്ലാണ് ഇതിൻ്റെ ഒറിജിനൽ ഡിസ്റ്റൻസ് എങ്കിൽ ഇത് എന്ത് ചെയ്യും? ഒരു സ്മോൾ ഡെൽറ്റ എൽ ആയിട്ട് ഇത് എന്ത് ചെയ്യും? സ്മോൾ എല്ലായിട്ട് ഇത് കുറച്ച് ഭാഗം എലോങ്ങേറ്റ് ചെയ്യും. എലോങ്ങേറ്റ് ചെയ്യുന്നത് ഫോഴ്സ് നമ്മൾ എങ്ങോട്ട് കൊടുത്തോ ആ ഡയറക്ഷന്, ഫോഴ്സിന് പാരലായിട്ടാണ് എലോങ്ങേറ്റ് ചെയ്യുന്നത്. അപ്പം ഫോഴ്സിന് പാരലായിട്ടുള്ള ലെങ്തിൻ്റെ ഇൻക്രീസിനെ നമ്മൾ എന്ത് പറയും? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നോക്കി,
നിങ്ങളിപ്പോൾ ഇങ്ങനെ വലിച്ചാൽ ഈ റബ്ബർ ബാൻഡ് എടുത്ത് തന്നെ വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നടുക്കത്തെ പോർഷൻ എന്ത് ചെയ്യും, അകത്തോട്ട് ഇച്ചിരി കംപ്രസ് ചെയ്യും. ശരിയല്ലേ? ഇപ്പോൾ ഇതേ നോക്കിയേ, അതിൻ്റെ ഇച്ചിരിയും കൂടെ ക്യാപിറ്റൽ ഡിയിൽ നിന്നും അത് ചേഞ്ച് ചെയ്ത് സ്മോൾ ഡി ഓൾട്ടറേഷൻ ഉണ്ടായിട്ട് അത് ചെറുതായി ആ റീജിയൻ. അപ്പം ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് നിങ്ങൾ ഫോഴ്സ് കൊടുത്തത് എങ്ങോട്ടാണോ അതിന് പെർപെൻഡിക്കുലറായിട്ടാണ് അതിൻ്റെ ചേഞ്ച് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ അപ്ലൈഡ് ഫോഴ്സിന് പെർപെൻഡിക്കുലറായിട്ട് ഓൾട്ടറേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് നമ്മൾ lateral strain. So if the strain in the direction perpendicular to the applied force is called lateral strain. If it is applied force is parallel, strain applied force പാരലൽ ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യും, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയും. ഇനി പോയ്സൺസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ദ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഇനി ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. ഈ നെഗറ്റീവ് സൈൻ സൂചിപ്പിക്കുന്നത് എഫക്റ്റ് ഓപ്പോസിറ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഒരാൾ പെർപെൻഡിക്കുലർ ആകുമ്പോൾ മറ്റേ ആൾ പാരലാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി, രണ്ട് ഓപ്പോസിറ്റ് ആണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നെഗറ്റീവ് സൈൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി പോയ്സൺസ് റേഷ്യോ -1 to 0.5 വാല്യൂസ് ആയിട്ട് വേരി ചെയ്യും. -1, 0, 0.5